എല്ലാവർക്കും ഹായ്. ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ അളക്കുന്നതിനുള്ള മീറ്ററുകളുടെ കണക്ഷൻ. വോൾട്ടേജ് അളക്കൽ. വോൾട്ട്മീറ്റർ ഉപയോഗിച്ചാണ് വോൾട്ടേജ് അളക്കുന്നത്. വോൾട്ടേജ് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമായതിനാൽ ഇത് എല്ലാ ഘട്ടത്തിലും ന്യൂട്രൽ അല്ലെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾക്കും ഇടയിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ജാഗ്രത. ഇത് സീരീസായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വോൾട്ടേജും വോൾട്ട്മീറ്ററിലൂടെ ഡ്രോപ്പ് ചെയ്യും. ഇത് സർക്യൂട്ടിൽ നിലവിലെ കറന്റ് ഫ്ലോ സൂചിപ്പിക്കുന്നു. കറന്റ് അളക്കൽ. വൈദ്യുതധാര അളക്കുന്നത് ഒരു അമ്മീറ്റർ ഉപയോഗിച്ചാണ്. ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറന്റ് എന്നതിനാൽ അത് എല്ലായ്പ്പോഴും സ്രോതസ്സും ലോഡും തമ്മിലുള്ള ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ജാഗ്രത. ഇത് സമാന്തരമാണെങ്കിൽ അത് വോൾട്ടേജ് ഉറവിടത്തെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അതായത് ബന്ധിപ്പിക്കുന്ന ഘട്ടത്തിനും ന്യൂട്രലിനും പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ ഉണ്ട്. ഇത് ഷോർട്ട് സർക്യൂട്ടിനും ഉറവിടത്തിന് കേടുപാടുകൾക്കും കാരണമാകുന്നു. ഇലക്ട്രിക്കൽ പാരാമീറ്ററുകളുടെ അളവുകൾ. ടാസ്ക് 1. സ്ഥിരമായ വോൾട്ടേജുള്ള വേരിയബിൾ പ്രതിരോധം. സ്റ്റെപ്പ് 1. വോൾട്ടേജായി 12 വോൾട്ട് ബാറ്ററിയും സ്വിച്ച് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന റിയോസ്റ്റാറ്റ്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ എന്നിവയ്ക്കായി വേരിയബിൾ റെസിസ്റ്ററും എടുക്കാം. സ്റ്റെപ്പ് 2. കുറഞ്ഞ പ്രതിരോധത്തിൽ ഒരു വയർ ഉപയോഗിച്ച് ഇൻപുട്ട് പോയിന്റിലെ റിയോസ്റ്റാറ്റിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. റിയോസ്റ്റാറ്റിന്റെ ഔട്ട്പുട്ട് പോയിന്റ് അമ്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും അമ്മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 4. വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജിൽ ഒരേ പൊളാരിറ്റി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. റിയോസ്റ്റാറ്റ് അതിന്റെ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്ത് സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6. സ്വിച്ച് അടയ്ക്കുക. സ്റ്റെപ്പ് 7. സ്വിച്ച് അടയ്ക്കുമ്പോൾ കുറഞ്ഞ പ്രതിരോധം കാരണം അമ്മീറ്റർ കറന്റ് പെട്ടെന്ന് വർദ്ധിക്കുന്നു. സ്റ്റെപ്പ് 8. പ്രതിരോധം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ചെറിയ ദൂരത്തേക്ക് റിയോസ്റ്റാറ്റ് മുന്നോട്ട് നീക്കുക. തന്നിരിക്കുന്ന പട്ടികയിലെ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 9. വീണ്ടും സ്ലൈഡർ കൂടുതൽ സ്ലൈഡ് ചെയ്യുന്നതിലൂടെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും റീഡിംഗ് ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 10. പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് കറന്റ് മൂല്യം കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ R = V/I ഉപയോഗിച്ച് പ്രതിരോധ മൂല്യം കണ്ടെത്തുക. അമ്മീറ്റർ റീഡിംഗും കണക്കാക്കിയ പ്രതിരോധവും ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ നിന്ന് പ്രതിരോധം വരയ്ക്കുന്നതിനനുസരിച്ച് കറന്റ് കുറയുന്നതായി നിങ്ങൾക്ക് കാണാം. അതിനാൽ കറന്റ് പ്രതിരോധത്തിന് വിപരീത അനുപാതമാണ്. ടാസ്ക് 2. സ്ഥിരമായ പ്രതിരോധം കൊണ്ട് വ്യത്യസ്ത വോൾട്ടേജ്. സ്റ്റെപ്പ് 1. ഈ സാഹചര്യത്തിൽ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനായി ഒരു വേരിയബിൾ പവർ സപ്ലൈ യൂണിറ്റ് ഉപയോഗിച്ച് ബാറ്ററി മാറ്റി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 2. റിയോസ്റ്റാറ്റിലെ മധ്യസ്ഥാനത്തേക്ക് നോബ് സ്ലൈഡ് ചെയ്തുകൊണ്ട് റീഡിംഗ് അവിടെ തുടരുക. സ്റ്റെപ്പ് 3. വൈദ്യുതി വിതരണം ഏറ്റവും കുറഞ്ഞ സ്ഥാനത്ത്, അതായത് 0 വോൾട്ടേജിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. സ്വിച്ച് അടയ്ക്കുക. സ്റ്റെപ്പ് 5. പിന്നീട് RPS പവർ സപ്ലൈ യൂണിറ്റിൽ നിന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ടായി വർദ്ധിപ്പിച്ച് അമ്മീറ്റർ റീഡിംഗ് നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 6. എടുക്കുന്ന ഓരോ റീഡിനും ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ട് വർദ്ധിപ്പിക്കുക. R = V/I എന്ന ഫോർമുല ഉപയോഗിച്ച് പ്രതിരോധത്തിന്റെ മൂല്യം കണ്ടെത്താം. മുകളിലെ റീഡിംഗിൽ നിന്ന് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഗ്രാഫ് വരയ്ക്കുക. മുകളിലെ ഗ്രാഫിൽ നിന്ന് വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് വർദ്ധിക്കുന്നതായി കാണാം. അതിനായി വോൾട്ടേജ് കറണ്ടിന്റെ ആനുപാതികമാണ്. ഈ വീഡിയോയിൽ നിന്ന് ഓമിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും ഓമിന്റെ നിയമം തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്താൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.